ഇന്ന് 14/5/2026. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണാന്തുറ കടപ്പുറത്താണ്. ഇവിടെ ഭീമാളിയിലുള്ള നവാസക്കായും ടീം വന്നേ വലവിടാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കരയിലിരുന്ന വള്ളം തള്ളി ഇപ്പോൾ കടലിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത് നമ്മളെ കടൽ ഒരുപാട് ഇങ്ങനെ കടലാക്രമണം കാരണം കയറി കരയൊക്കെ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കർക്കിടക മാസം ആകാൻ പോവില്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കടൽ ഒരുപാട് കരയിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കടലടിയുണ്ട്. അപ്പോൾ നമ്മളെ ഈ തീരെ ഇനി ഉണ്ടാകത്തില്ല. ഇനി ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു തീരവും ഉണ്ടാകത്തില്ല. ഈ ഭാഗത്തൊക്കെ ഉള്ള തീരങ്ങളും ഉണ്ടാകത്തില്ല. കടലും കയറി വന്നിരിക്കും. ഇപ്പോൾ തന്നെ വേണ്ട നല്ല വലിയൊരു തിട്ടയാണ് നടക്കുന്നത്. മണ്ണെടുത്തെടുത്ത് പോയിട്ടേ വലിയൊരു തിട്ടയാണ്. ആ തിട്ട വഴിയാണ് ഇനി ഈ വെള്ളം വലിച്ചിറക്കി കടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. 2 ഇരട്ടി ജോലിയാണ് കേട്ടോ. മുമ്പത്തെ കാലൊക്കെ വെച്ച് നോക്കണമെങ്കിൽ 2 ഇരട്ടി ജോലിയാണ് ഇവർക്കേ. എന്തായാലും നോക്കാം, പടച്ചനുഗ്രഹിച്ച് കഷ്ടപ്പാടിൻ്റെ ഫലം നമുക്ക് കിട്ടുമോ നോക്കാം. അപ്പോൾ വള്ളം തള്ളി കടലിലോട്ട് ഇറക്കാൻ പോകുന്നതേ ഉള്ളൂ. നോക്കാം നമുക്ക്. പടച്ചനുഗ്രഹിച്ചേ പല നിറയെ മീൻ പറ്റിയ തിരിച്ചറിവാറുണ്ട്. ഇവിടെ വേറൊരു കരമടി കൂടെ വിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉള്ള ടീമിൻ്റെ. അപ്പോൾ അതും നോക്കണം. എന്തായാലും നോക്കാം.
ആ നവാസക്കാടെയൊക്കെ വള്ളം തള്ളി നേരെ അവർ ഭീമാളിൽ പോയി കേട്ടാ. ഇവിടെ ഇപ്പോൾ ഈ കടലാണെങ്കിലേ തിര അടിച്ച് ഈ കര പോകുന്നതിനെ കൊണ്ട് ഇവിടെ വള്ളം വയ്ക്കാൻ പറ്റത്തില്ല. കാരണം തിരിച്ച് വള്ളം കയറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിനെ കൊണ്ട് അവരുടെ നാട്ടിൽ ഭീമവള്ളിയിൽ വെള്ളം ഒതുക്കി വയ്ക്കാനും പിന്നെ ഇന്ന് അവിടെ വലവിടാനുള്ള ഉദ്ദേശത്തിലാണ് അങ്ങോട്ട് വെള്ളം ഇറക്കിക്കൊണ്ട് പോയത്. അപ്പോൾ അവർ വണ്ടിയിൽ കയറി ആൾക്കാർ വണ്ടിയിലും കയറി പോയിട്ടുണ്ട്, വള്ളത്തിൽ കയറി കുറച്ച് ആൾക്കാർ ഭീമവള്ളിയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ ഈ കടലിൻ്റെ ഈ രൂക്ഷമായുള്ള അക്രമം കാരണം ഇപ്പോൾ അവർക്കിവിടെ വള്ളം വയ്ക്കാനുള്ള നിർവാഹം ഇല്ല. കാരണം ഇവിടെ കരയിലിരിക്കുന്ന വള്ളങ്ങളൊക്കെ എല്ലാവരുടെ അടുത്ത് മുകളിൽ വയ്ക്കുന്നുണ്ട്. വണ്ടിയൊക്കെ ഉപയോഗിച്ചൊക്കെ ട്രാക്ടർ ഉപയോഗിച്ചൊക്കെ എടുത്ത് മുകളിൽ വയ്ക്കുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ കരമടിയുള്ള കരമടി വലയൊക്കെ ഇങ്ങനെ ഓടും. അത് കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല, പിന്നെ ഒരു 3 മാസത്തേക്ക് പിന്നെ ഉണ്ടാവത്തില്ല. പിന്നെ അടുത്തൊരു സീസണാണ്, തട്ടുമടി എന്ന് പറഞ്ഞിട്ട് സീസണാണ്. എന്തായാലും നോക്കാം. എന്തായാലും ഇപ്പോൾ അവർ ഭീമാടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാണ് ഇവിടുത്തെ വിശേഷം, കണ്ണാന്തൂരിലെ വിശേഷം. ഇനി ഇവിടെ ഒരു കരമടി വിട്ടിട്ടുണ്ട്, അതിൻ്റെ വിശേഷത്തിൽ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.